സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, ലോൺ എടുത്ത വണ്ടി. പക്ഷേ അത് ഞാനൊരു 3 വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് പണയം ഇട്ടു. ഇതുവരെ എടുത്തിട്ടില്ല. അത് പോയി കാണും. അവർ പണയം ഇട്ട ആൾക്കാർ 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ പണയം ഇട്ടു. 1 ലക്ഷം രൂപ കൊടുത്തു, പലിശയും കൊടുത്തു. പിന്നെ അതിപ്പോൾ ഞാൻ അന്വേഷിക്കാറില്ല, 3-4 വർഷം അത് പോയി കാണും. അത് സ്വന്തമായിട്ടുള്ള വണ്ടിയായിരുന്നു. അത് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ പങ്കജ ഹോസ്പിറ്റലിൻ്റെ നമ്മുടെ സാറിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഡോക്ടർ നമ്മുടെ ഹരീന്ദ്രൻ സാറ് ഒരു വണ്ടി എടുത്തു തന്നു. അതും സ്വന്തമായിട്ടുള്ള പുള്ളിയുടെ പേരിൽ തന്നെയാണ്, ലോണുണ്ട്. അപ്പോൾ അത് എടുത്തു തന്നു. ആ വണ്ടിയാണ് ഇപ്പോൾ 1 മാസങ്ങൾക്ക് മുന്നേ ഇടിച്ചിട്ട് പോയി. ഫുൾ ഇൻഷുറൻസ് ഇല്ലായിരുന്നു, തേർഡ് പാർട്ടിയായിരുന്നു. അപ്പോൾ പണി നമ്മൾ ചെയ്യണം, വണ്ടിക്ക് എന്തെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊരു 3 ലക്ഷത്തോളം വർഷാപ്പിൽ കൊണ്ടിട്ടപ്പോൾ കമ്പനിക്കാർ പറഞ്ഞാൽ 3 ലക്ഷം രൂപ കുറഞ്ഞതാവും, 1 ലക്ഷം രൂപ ആദ്യം തന്നാൽ പണി തുടങ്ങാമെന്ന് പറഞ്ഞു. അതങ്ങനെ 1 മാസം അതങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇനി ആ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കണം. ആ 1 ലക്ഷം രൂപ ഓടി വരുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ബാധ്യത 2 ലക്ഷമായി, വണ്ടി പണി വരും. ഇങ്ങനെയൊക്കെ ടെൻഷൻ പിടിച്ചൊരു ഓട്ടമാണ്. രാത്രി പറഞ്ഞാൽ മനസ്സിലായി, നിങ്ങളെൻ്റെ മുഖത്ത് നോക്കും, ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഇന്നലെ രാത്രി എങ്ങനെ ഇതൊക്കെ ആലോചിച്ച് കിടന്നുറങ്ങിയപ്പോൾ 4:22 കിടന്നത് ഞാനാണ്. ഞാൻ 5:13 പോകണം എന്നുള്ളതാണ്. 5:13 കൃത്യമായിട്ട് പോകണം എന്ന് വെച്ചാൽ ഈ ടെൻഷനല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ കടക്കാർ തിരക്കി വരുമോ, കടക്കാർ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമോ, ഇങ്ങനെ കുറേ ടെൻഷനുണ്ട്.